വയനാട് ദുരന്തത്തിൽ ഇതുവരെ 226 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ അനൗദ്യോഗിക നിരക്ക് ഇതിലും കൂടുതലാണ്. ദുരന്തത്തിൽ അനൗദ്യോഗികമായി ഇതുവരെ 226 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 181 പേരുടെ ശരീരഭാഗങ്ങൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 186 പേർ ഇപ്പോഴും കാണാമറയത്താണ്. ഇന്നത്തെ തെരച്ചിലിൽ മാത്രം 6 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 5 മൃതദേഹം വയനാട് നിന്നും ഒരെണ്ണം നിലമ്പൂരിൽ നിന്നും കണ്ടെത്തി. ദുരന്തത്തിന്റെ ഭാഗമായി 352 വീടുകൾ പൂർണ്ണമായും 122 വീടുകൾ ഭാഗികമായും തകർന്നു. ഇനി കെട്ടിടങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്കാകും ക്യാമ്പിലുള്ളവരെ താൽക്കാലികമായി മാറ്റുക. പുനരധിവാസത്തിന് സ്ഥിരം സംവിധാനത്തിന് സംസ്ഥാന തലത്തിൽ കൃത്യമായ ചർച്ച നടന്നു വരികയാണെന്ന് മന്ത്രി MP രാജേഷും വ്യക്തമാക്കിയിട്ടുണ്ട്. 50 മുതൽ 75 വരെ കുടുംബങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി മെന്ററെ അടക്കം ലഭ്യമാക്കാനും തീരുമാനമുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഏറാട്ടുകുണ്ടിൽ നിന്നും അട്ടമലയിലെ ക്യാമ്പിലെത്തിച്ച ആദിവാസി കുടുംബങ്ങളുടെ നിലവിലെ സ്ഥിതി തൃപ്തികരമാണ്. കുട്ടികളടക്കം 24 പേർ ക്യാമ്പിലും കഴിയുന്നു. ഇവരെയും അനുയോജ്യമായ സ്ഥലത്ത് പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് അധികൃതർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ആദിവാസി കുടുംബങ്ങളെല്ലാം അതിജീവിച്ചു. ഈ ഭാഗങ്ങളിൽ നിന്ന് മാത്രം 47 പേരാണ് വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.